CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണം. ഒക്ടോബർ 15 ഇവിടെയും ഒരു മാസം കൊണ്ട് നടത്തി തീർക്കണം. ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബർ 15 നവംബർ 15 ഇടയിലായി നടത്തി തീർക്കുന്നതാണ്. ഏരിയ സമ്മേളനങ്ങൾ നവംബർ 15 ഡിസംബർ 15 ഇടയിലാണ് നടത്തുക. ജില്ലാ സമ്മേളനങ്ങൾ ജനുവരിയിൽ തീർക്കണമെന്നതുകൊണ്ട് ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കും. തൃശ്ശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ 26, 27, 28. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട് ജനുവരി 8, 9, 10. തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15. എറണാകുളം ജനുവരി 16, 17, 18. കണ്ണൂർ ജനുവരി 19, 20, 21. ഇതോടുകൂടി ജില്ലാ സമ്മേളനങ്ങളൊക്കെ തീരും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു ദിവസം പൂർണ്ണമായി എടുത്തുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരുക. ബ്രാഞ്ച് സമ്മേളനം പാർട്ടി മെമ്പർമാരും കാൻഡിഡേറ്റ് മെമ്പർമാരും പങ്കെടുക്കുന്നതാണ് ബ്രാഞ്ച് സമ്മേളനം. അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആ പ്രദേശത്തുള്ള പാർട്ടി കുടുംബാംഗങ്ങൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കേണ്ടതാണ്. ലോക്കൽ സമ്മേളനവും പ്രതി സമ്മേളനത്തോടനുബന്ധിച്ച് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ്. ഏരിയ സമ്മേളനങ്ങളിൽ 100-നും 150-നും ഇടയിൽ പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുക. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചും വളണ്ടിയർ മാർച്ചും പ്രകടനം, പൊതുസമ്മേളനം, സെമിനാർ, എക്സിബിഷൻ, കലാ സാംസ്കാരിക പരിപാടികൾ ഇവയൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. പാർട്ടി കമ്മിറ്റികളിൽ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും, യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പ്രദേശത്തുള്ള സാമൂഹ്യ ഘടന പ്രതിഫലിക്കുന്ന വിധത്തിലായിരിക്കണം കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടത്. ഏരിയ കമ്മിറ്റികളിൽ നേരത്തെ 19 വരെ അംഗങ്ങളായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക അനുമതിയോടുകൂടി 21 വരെ അംഗങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ ആകാം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ 3 ടേം ആയ എല്ലാ സെക്രട്ടറിമാരെയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതായിരിക്കും. ഈ മാനദണ്ഡങ്ങളോട് കൂടിയായിരിക്കണം സമ്മേളനങ്ങൾ നടത്തേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ ഭാഗമായി
ആഗസ്റ്റ് മാസം 15 മുതൽ 31 വരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭ പ്രചരണ നടത്തണമെന്ന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആഗസ്റ്റ് 26 ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 2000-ൽ പരം കേന്ദ്രങ്ങളിൽ വൈകുന്നേരം ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതാണ്. കാർഷിക കടങ്ങൾ ഇളവ് ചെയ്യണമെന്നും കൃഷിക്കാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിൻ്റെ 1.5 ഇരട്ടി താങ്ങുവില നിശ്ചയിക്കണമെന്നും ഇലക്ഷൻ കാലത്ത് പ്രഖ്യാപിച്ചതുപോലെ പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നുള്ള വാഗ്ദാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര ഗവൺമെൻറ്. 3 വർഷം കൊണ്ട് 3,56,000 പേർക്ക് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത്. 6 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതിന് പകരമാണ് തൊഴിലില്ലാത്ത യുവാക്കളെ വഞ്ചിച്ച സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. സ്വകാര്യവൽക്കരണ നടപടികളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. ഈ നയം മാറ്റണമെന്നാണ് ഈ പ്രചരണത്തിൽ കൂടി ആവശ്യപ്പെടുന്നത്. GST നടപ്പാക്കിയത് വഴി അധിക ഭാരമാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ അധിക ഭാരം വന്നതെല്ലാം തന്നെ പുനഃപരിശോധിച്ച് ജനങ്ങളുടെ മേൽ ബാധ്യത കെട്ടിയേൽപ്പിക്കാത്ത വിധത്തിലായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് എന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതും ഈ പ്രചരണത്തിൽ ആവശ്യപ്പെടുന്നതാണ്. 2014-ലെ BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചതുപോലെ സ്ത്രീകൾക്ക് ലോകസഭയിലും രാജ്യസഭയിലും നിയമസഭകളിലും 1/3 സംവരണം ഏർപ്പെടുത്തണമെന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ്. ഇങ്ങനെ കേന്ദ്ര തലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങളാണ് ആഗസ്റ്റ് 26 കേരളത്തിൽ നടക്കുന്ന ഈ പ്രചരണത്തിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി സെപ്റ്റംബർ 1-ാം തീയതി ലോക സമാധാന ദിനമായിട്ടും സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ടും ആചരിക്കണമെന്ന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അന്നേ ദിവസം കേരളത്തിൽ ഒരു താലൂക്ക് കേന്ദ്രങ്ങളിൽ ഒരു പരിപാടി, താലൂക്ക് തല റാലി CPM-ൻ്റെ ആഭിമുഖ്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ്. ഇതോടൊപ്പം സെപ്റ്റംബർ മാസം 23-24 തീയതികളിൽ ഏഷ്യ രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒരു സമ്മേളനം കൊച്ചിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുള്ളൂ. സെപ്റ്റംബർ 23-24 തീയതികളിലെ അതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർ 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. അതിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 24-ന് കൊച്ചിയിൽ ഒരു റാലി സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ആഗസ്റ്റ് 19-ന് കൃഷ്ണപിള്ള ദിനത്തിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം പരിപാടി ആചരിക്കാനും കണ്ണൂരിൽ ആരംഭിച്ചിട്ടുള്ള നായനാർ അക്കാദമി ആൻഡ് മ്യൂസിയം
അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള ഫണ്ട് പിരിവ് അക്കാദമിക്ക് വേണ്ടി, ട്രസ്റ്റിന് വേണ്ടി ആ ദിവസം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സമീപിച്ച് കുണ്ടിക പിരിവ് നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം കേരളത്തിലുള്ള രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം, കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നൊരു സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കാനും വിൽപ്പന നടത്താനുമുള്ള നീക്കം കേരളത്തെ അത് പ്രതികൂലമായി ബാധിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിലെ ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ 3.39 കോടി ഓഹരികളാണ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുള്ളത്. അതിന് 432 രൂപ വരെ മൂല്യം നിശ്ചയിച്ച് വിൽക്കാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. 172 ഏക്കർ ഭൂമിയാണ് അവിടെയുള്ളത്. ഇത്തരത്തിൽ വിൽപ്പന നടത്തിയാൽ 5,920 കോടി രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ലഭിക്കുക. എന്നാൽ ഇവിടെയുള്ള ഭൂമിക്ക് ഒരു സെൻറ്റിന് 50 ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുള്ള ഭൂമിയാണ് അവിടുത്തെ ഭൂമി. ആധുനിക യന്ത്രങ്ങളെല്ലാം കൂടി ചേർത്താൽ 25,000 കോടി രൂപ ആസ്തിയുള്ള സ്ഥാപനമാണ്. ആ 25,000 കോടി രൂപ ആസ്തിയുള്ള സ്ഥാപനമാണ് 6,000 കോടിയിൽ താഴെ രൂപയ്ക്ക് വിൽപ്പന നടത്താൻ പോകുന്നത്. ഇത് വലിയൊരു കുംഭകോണമായിട്ടാണ് മാറാൻ പോകുന്നത്. കൊച്ചി കപ്പൽശാല വിൽപ്പന, HOC 440 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. ഇത് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സ്ഥാപനമാണ്. BPCIൽ ലയിപ്പിച്ചാൽ ഈ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ സ്ഥാപനവും വിൽക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. പാലക്കാട്ടുള്ള BML എന്ന സ്ഥാപനം, അത് കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ തോതിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതും വിറ്റഴിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫാക്ടറി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇൻസ്ട്രുമെൻറ്റേഷൻ ഫാക്ടറി കേന്ദ്രം വിൽപ്പന നടത്തുമ്പോൾ അത് ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ഏറ്റവും സ്വാഗതാർഹമായ ഒരു സമീപനമാണ്. ഹിന്ദുസ്ഥാൻ ലാക്ടസിൻ്റെ ഓഹരി 100% വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് അതും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വലിയ തോതിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളതെല്ലാം വിൽപ്പന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പാലക്കാട്ട് കോച്ച് ഫാക്ടറി അതിപ്പോൾ എപ്പോൾ തുടങ്ങുമെന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് വാക്ക് പാലിക്കുന്നില്ല. ചേർത്തലയിലെ വാഗൻ ഫാക്ടറി, തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച റെയിൽവേ മെഡിക്കൽ കോളേജ്, റെയിൽവേ ബോട്ടിലിംഗ് പ്ലാന്റ്, ഇതൊന്നും തന്നെ പ്രാവർത്തികമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് റെയിൽവേ
രംഗത്ത് തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രചരണം സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ RSSകാർ അടിച്ചുവിട്ട അക്രമ സംഭവങ്ങളെക്കുറിച്ചും സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുകയുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് RSSകാർ നടത്തിയത് എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിൽ തുടർച്ചയായ കൊലപാതകങ്ങൾ BJP നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 13 കൊലപാതകങ്ങളാണ് LDF ഗവൺമെൻറ് വന്നപ്പോൾ RSSകാർ കേരളത്തിൽ നടത്തിയത്. ഇതൊരു കോൺഗ്രസ്സുകാരനെയും കൊന്നു RSSകാർ. തൃശ്ശൂരിൽ ഒരു സുരേഷിനെ കൊലപ്പെടുന്നത് RSSകാരാണ്. മലപ്പുറത്തൊരു ഫൈസലിനെ കൊന്നത് മതം മാറിയതിൻ്റെ പേരിലാണ്. ഫൈസലിനെ RSSകാർ കൊന്നത്. കാസർഗോഡ് പള്ളിയിൽ കയറിയിട്ടാണ് ഒരു മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നത്. ഇത്തരത്തിലുള്ള CPMകാരല്ലാത്തവരെ കൊലപ്പെടുത്തുന്ന നിലയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായത്. ഇത്തരം സംഭവങ്ങളെല്ലാം കണ്ടില്ലെന്നടിക്കുകയാണ് കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരും കേന്ദ്രത്തിലെ RSS നേതാക്കന്മാരും ചെയ്യുന്നത്. അരുൺ ജെയ്റ്റ്ലിയും കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരും കേരളത്തെക്കുറിച്ച് നടത്തുന്ന പ്രചാരവേല ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം മറച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദേശീയ തലത്തിൽ CPMനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരുടെയും കൗൺസിലർമാരുടെയും ഒക്കെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. അത്തരം സംഭവങ്ങളെല്ലാം അപലപിക്കാനോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ കേന്ദ്ര ഭരണകക്ഷിയായ BJP തയ്യാറാവുന്നില്ല. ഇത് കേരളത്തെക്കുറിച്ചൊരു തെറ്റായ ചിത്രം രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ സംഭവത്തെ തുടർന്ന് BJPയുടെയും RSSൻ്റെയും കേന്ദ്ര നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഇവിടെ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് RSS ആണെന്ന് കാണാൻ സാധിക്കും. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ദിവസം തന്നെയാണ് RSS കൊലപാതകം തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നവരെ ആക്രമിച്ചുകൊണ്ടാണ് ഒരു CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള തുടർച്ചയായ സംഭവങ്ങൾ നടത്തിയ ആക്രമണത്തിന് മുൻകൈയെടുക്കുന്നത് RSSകാരാണ് എന്ന് ഓരോ സ്ഥലത്തും ഉണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൊലപാതകങ്ങൾ മാത്രമല്ല, നിരവധി ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് വികലാംഗരാക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 250-ൽ പരം പ്രവർത്തകന്മാർ ആസ്പത്രിയിൽ ഗുരുതരമായ പരിക്കുകളോടുകൂടി കഴിയേണ്ടതായിട്ടുള്ളൂ. വീടുകൾ ആക്രമിച്ച് തകർക്കുക, പാർട്ടി ഓഫീസ് തകർക്കുക, ഇത്തരം സംഭവങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം നടത്തിയത് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് എന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രത്യേകം പരിശോധിക്കുകയുണ്ടായി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുക, ഇതാണ് അമിത് ഷായുടെ നിർദ്ദേശം. അമിത് ഷാ കേരളത്തിലെ BJPക്കാർക്ക് കൊടുത്ത നിർദ്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണ രീതി സംസ്ഥാനത്ത് നിന്ന് കൈവന്നിരിക്കുന്നത്. ഇതോടൊപ്പം LDF അധികാരത്തിലുള്ള കേരളത്തിൽ
ക്രമസമാധാനം തകർന്നു എന്ന് പ്രചരിപ്പിക്കാൻ അവർ തന്നെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കേരളത്തിൽ അരക്ഷിതാവസ്ഥയാണെന്ന് പ്രചരിപ്പിച്ച് കേരള ഗവൺമെൻറ്റിനെതിരെ ഉള്ള പ്രചരണമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കണമെന്നതാണ് RSSന്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ആക്രമണങ്ങളാണ് ഇവിടെ നടന്നത് എന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സമാധാന ശ്രമങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം. മുഖ്യമന്ത്രി ഇവിടെ യോഗം ചേർന്ന അന്ന് തന്നെ തിരുവനന്തപുരത്ത് പിറ്റേ ദിവസം രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ ഉഭയകക്ഷി ചർച്ച നടന്നു. ആ ഉഭയകക്ഷി ചർച്ച നടന്ന അന്ന് വൈകുന്നേരം തന്നെ കാട്ടാക്കടയിൽ ഒരു CPM പ്രവർത്തകൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. പക്ഷേ CPM പരസ്യമായൊരു നിലപാടെടുത്തു. യാതൊരുവിധ നടപടികളും ഇതിൻ്റെ പേരിൽ സ്വീകരിക്കാൻ പാടില്ല. ആ സംഭവം കഴിഞ്ഞപ്പോൾ BJPയുടെയും CPMൻ്റെയും നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ പരസ്പരം സംസാരിച്ചു. ഈ സംഭവം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് BJPയും CPMൻ്റെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് സംസ്ഥാന കമ്മിറ്റി കാണുന്നത്. കോട്ടയത്ത് നടന്ന ചർച്ചയിൽ സൗഹൃദപരമായിരുന്നു രണ്ട് നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ച. നാളെ കണ്ണൂരിൽ ഉഭയകക്ഷി എന്നുള്ള നിലയിൽ രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് എന്ന് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അത്തരമൊരു ചർച്ച കണ്ണൂരിൽ നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 6-ാം തീയതി മുഖ്യമന്ത്രി സമാധാന യോഗം, സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ പ്രക്രിയ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. സമാധാനപൂർവമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ സഹായകമായ വിധത്തിലുള്ള തുടർ നടപടികളാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടത്. CPIM മുൻകൈയെടുത്ത് യാതൊരുവിധ അക്രമ സംഭവങ്ങളും എവിടെയും നടത്താൻ പാടില്ല എന്നുള്ള കർശനമായ സമീപനം സ്വീകരിക്കണമെന്നും പാർട്ടി ഘടകങ്ങളിൽ ഉടനീളം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സമീപനം ഒരു പ്രദേശത്തും ഉണ്ടായിക്കൂടാ എന്നതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന സമീപനം. അങ്ങനെ സംസ്ഥാനത്ത് സമാധാനപൂർവമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് കേരളം സമാധാനപൂർവമായൊരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുകയാണ് വേണ്ടത്. അതിനു പകരം അതിൽ നിന്ന് മാറുന്ന ഒരു നില ഇത്തരം സംഭവങ്ങളുടെ ഫലമായിട്ട് വരും. അതിട കൊടുക്കാത്ത വിധത്തിലുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും പാർട്ടി സഖാക്കൾ തുടർന്ന് ഏർപ്പെടാൻ പോകുന്നത്. ഓരോ പ്രദേശത്തും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് അതായത് സ്ഥലത്ത് തന്നെ ബന്ധപ്പെട്ടവർ തമ്മിൽ ചർച്ച ചെയ്യുകയും അധികൃതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമാധാനം സ്ഥാപിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി റിപ്പോർട്ട് ചെയ്യാൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണം അത് എന്തെങ്കിലും ഒരു അപാകതയുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. ഗവർണർക്ക് മുഖ്യമന്ത്രിയുമായി ഒരാശയവിനിമയം നടത്തണം എന്ന് തോന്നിയാൽ അത്തരം ആശയവിനിമയം ഗവർണർക്ക്
മുഖ്യമന്ത്രിയുമായി നടത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി നടന്ന ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത്. എന്നാൽ ഗവർണറെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നൊരു സമീപനം BJP നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കരുതൽ നടപടിയായിരിക്കാം ഗവർണർ ഇങ്ങനെ മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണം. ഇന്ന് ഗവർണറും കേരള ഗവൺമെൻറ്റും തമ്മിൽ നല്ല തരത്തിലുള്ള ബന്ധമാണുള്ളത്. ആ ബന്ധം തകർക്കണമെന്ന് BJP ചിലർ ഉദ്ദേശിക്കുന്നുണ്ട്, കോൺഗ്രസിലെ ചിലരും അത് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഈ കൂടിക്കാഴ്ചയെ മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ കെണിയിൽ പോയി വീഴേണ്ടതില്ല എന്നാണ് CPM-ൻ്റെ നിലപാട്. ഗവർണർ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ഇടപെടലും നടത്തുകയാണെങ്കിൽ അതിനെ പാർട്ടി ശക്തമായിട്ട് എതിർക്കും. ഇതിന് ശേഷം അങ്ങനെയൊരു നിലപാട് ഗവർണർ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് മറ്റ് വിവാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. അത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് സമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അത് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പല്ല. അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലയിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. അതേസമയത്ത് ഈ സമൻസ് എന്ന് പറയുന്നത്, സമൺ ചെയ്യുക എന്ന് പറയുന്നത്, അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഗവർണർ സമൺ ചെയ്യുക എന്ന് പറയുന്നത് നിയമസഭ ചേരുമ്പോൾ MLA-മാർക്ക് അയക്കുന്ന കത്തിലെല്ലാം തന്നെ ഗവർണർ സമൻ ചെയ്തിട്ടാണ് നിയമസഭാ സമ്മേളനം കൂടുന്നത്. അവിടെ ഈ സമൻസ് എന്നുള്ള വാചകം തന്നെയാണ് MLA-മാർക്ക് അയക്കുന്ന കത്തിലൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഗവർണർ സമൻ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ പോകില്ല എന്നൊരു നിലപാട് സാധാരണ ആരും സ്വീകരിക്കാറില്ല. സമൻ എന്നുള്ള വാചകത്തിന് തന്നെ കോടതിയിലുള്ള സമൻസും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ വരെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഇത് പല പല അർത്ഥങ്ങളും ഇതിനകത്ത് കാണാം. ടു ഒഫീഷ്യലി അറേഞ്ച് എ മീറ്റിംഗ് എന്നും ഇതിനർത്ഥമുണ്ട്. നിങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരല്ല, വേണമെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ. ടു ഒഫീഷ്യലി അറേഞ്ച് എ മീറ്റിംഗ് എന്നും സമൻ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഇൻ ഓർഡർ ടു കം ടു ബി പ്രസൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് എന്നതും ഇതിനർത്ഥമുണ്ട്. അങ്ങനെയുള്ള അർത്ഥം നമ്മൾ ഇതിനെടുത്താൽ മതി എന്നാണ് സംസ്ഥാന കമ്മിറ്റി ഇതിന് കണ്ടിരിക്കുന്നത്. അല്ലാതെ കോടതിയിലുള്ള മജിസ്ട്രേറ്റ് സമൻസ് അയച്ച് വിളിച്ചതുപോലുള്ള ഒരു സമൻസായി ഇതിനെ പരിഗണിച്ച് വ്യാഖ്യാനിച്ച് അത് സംബന്ധിച്ചുള്ള തർക്കവിധാനങ്ങളിലേക്ക് പോകുന്നതിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതൊക്കെ RSSന് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവരിങ്ങനെ പല രൂപത്തിൽ പ്രകടിപ്പിക്കും. കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിടലാണെങ്കിൽ UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ CPIM-ൻ്റെ തന്നെ 27 പ്രവർത്തകന്മാരെ അത് കൊലപ്പെടുത്തിയിരുന്നു. അന്നെന്താണ് RSSന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണമെന്ന് തോന്നാതിരുന്നത്? അന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. കേരളത്തിൽ ഇതിനകം CPIM-ൻ്റെ 213 പ്രവർത്തകന്മാർ RSSകാരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് 1970-ന് ശേഷം. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും കേരളത്തിൽ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനിക്കുന്നത്. ആദ്യം പിരിച്ചുവിടേണ്ടത് ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റിനെയാണ്. അവിടെ ഒരു വർഷം നടന്ന കൊലപാതകം ശരാശരി ഒരു വർഷം ഉത്തർപ്രദേശിൽ നടക്കുന്നത് 4700 കൊലപാതകമാണ് ശരാശരി. എല്ലാ കൊലപാതകങ്ങളും നോക്കിയാൽ
ഏറ്റവും കൂടുതൽ കൊലപാതകം ശരാശരി നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കൊലപാതകം നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്, ശരാശരി കണക്കെടുത്ത്. അതുകൊണ്ട് കൊലപാതകത്തിൻ്റെ റേറ്റ് നോക്കിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുന്നതെങ്കിൽ ആദ്യം ഉത്തർപ്രദേശിനെ പിരിച്ചുവിടണം, മഹാരാഷ്ട്രയെ പിരിച്ചുവിടണം, മധ്യപ്രദേശിനെ പിരിച്ചുവിടണം, രാജസ്ഥാനിനെ പിരിച്ചുവിടണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കേരളത്തിനെ പിരിച്ചുവിടാൻ ഈ കണക്കനുസരിച്ച് സാധ്യമാവുള്ളൂ. RSSൻ്റെ ആ മനസ്സിലുള്ള ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഭരണഘടനയിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടെന്ന് വിചാരിച്ച് ആ വകുപ്പ് കാണിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തണ്ട. ഇമാതിരി ഓരപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ഭയപ്പെടുന്നൊരു സർക്കാരല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് BJPക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. 6 മാസം കൂടുമ്പോൾ നടത്തുമല്ലോ. ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ആ സുബ്രഹ്മണ്യ സ്വാമി പണ്ടേ ഓ രാജഗോപാലിനെതിരാണ്. അയാൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ഞങ്ങൾ വേണ്ടത്ര കണക്കിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനപിന്തുണ ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഡാസിനെയൊന്നും ഭയപ്പെടാൻ പോകുന്നില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിനെ ഈ ഒരു സംഘടന ഭരണമില്ല ഒരു സംഘടന കേരളത്തിൽ ഇത്രയും അക്രമം അഴിച്ചുവിട്ടിട്ട് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും. അതൊക്കെ വിട്ടുകയാണ്. ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടല്ലോ. UDF ഉള്ള കാലത്തും ആഭ്യന്തര വകുപ്പ് ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ആഭ്യന്തര വകുപ്പില്ലേ? ഇതുപോലുള്ള സംഭവങ്ങൾ ആഭ്യന്തര വകുപ്പ് എന്നുള്ള നിലയിലുള്ള ഇടപെടൽ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ല. ഇത് ബോധപൂർവം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പം മലപ്പുറത്ത് മതം മാറിയതിൻ്റെ പേരിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരാളെ കൊന്നു RSS. എന്താ അതിന് മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ സാധിക്കും? കാസർഗോഡ് പള്ളിയിൽ കയറിയിട്ട് ഒരു മദ്രസാധ്യാപകനെ വെട്ടിക്കൊന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞ് തടയാൻ സാധിക്കും? ഇൻ്റലിജൻസ് റിപ്പോർട്ട് വല്ലതും നടത്തി അവഗണിച്ച കേസുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കണം. ഒരു പാർട്ടി തന്നെ ആസൂത്രണം ചെയ്ത് നടക്കുന്ന സംഭവമാണിത്. ഇതൊരു കലാപമായിട്ട് നടന്നതല്ല, വർഗീയ ലഹളയല്ല ഇവിടെ നടന്നത്. വർഗീയ ലഹള പോലുള്ള സ്ഥലത്താണെങ്കിൽ തക്ക സമയത്ത് പോലീസ് ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് വീഴ്ചയാണ്. അങ്ങനെ ഒരു വർഗീയ ലഹള കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു പോലീസിൻ്റെ വീഴ്ച കൊണ്ടാണ് ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് ശരിയായിട്ടൊരു വിലയിരുത്തലായിരിക്കില്ല. അവസാനം നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിൽ പക്ഷെ അതിൽ പോലും ആ ഗുണ്ട ഗുണ്ടയാണ്. പക്ഷെ ആ ഗുണ്ടയ്ക്കെതിരെ സ്റ്റേഷൻ ഗുണ്ട ആക്ട് കേസുണ്ടായിരുന്നു. 1 മാസം മുമ്പ് പരാതി വരുന്നു. ആ പരാതിയിൽ പോലും പോലീസ് യാതൊരു നടപടികളെടുത്തു. BJPയുടെ സംസ്ഥാന ഓഫീസ് ആക്രമിക്കുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം, ചാലയിൽ BJPയുടെ ഏക സെക്രട്ടറിയെ ആക്രമിക്കുമ്പോൾ സമയത്ത് പോലീസിന്റെ സാന്നിധ്യം, പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സംഭവമാണ്. അപ്പൊ പോലീസിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റുള്ളവരും കൂട്ടം നിൽക്കുക. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കൊലപാതകം നടന്ന സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലേ? പോലീസിൻ്റെ പ്രൊട്ടക്ഷനുള്ള ആൾ കൊല ചെയ്യപ്പെട്ട സംഭവം കേരളത്തിലുണ്ടായിട്ടില്ലേ? ഇന്ദിരാഗാന്ധിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണോ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത്? ഇപ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നുള്ള ധാരണ എനിക്കില്ല. ഇപ്പോൾ ഒരു 10 പോലീസുകാർ എനിക്കുണ്ട് എന്ന് വിചാരിക്കുക. പോലീസുകാരുണ്ടെങ്കിലും തീരുമാനിച്ച ആളത് ചെയ്യും. എൻ്റെ കൂടെ ഇപ്പോൾ 2 പോലീസുകാർ നടക്കുന്നുണ്ട്. അവരുള്ളത് കൊണ്ട് എൻ്റെ ജീവൻ സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. തീരുമാനിച്ച ആൾ ചെയ്യും. പക്ഷെ സാക്ഷി പറയാനെങ്കിൽ ഒരാളെ കിട്ടുമല്ലോ. അത്രയേ ഉള്ളൂ ഈ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നടന്ന സംഭവം BJP ഓഫീസിന് നേരെ സംഭവം നടക്കുമ്പോൾ പോലീസുകാർ ചെയ്ത കാര്യം പരിശോധിച്ച് അവരെ പേര് നടപടിയെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും ING പോലീസുകാരെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് ക്രമസമാധാനം ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ അനുഭവം. ഇന്ദിരാഗാന്ധിയുടെ കൊന്നതാര അവിടെ തന്നെയുള്ള ആൾക്കാർ നിൽക്കുമല്ലേ കൊന്നത്. അതിൽ പരം ഒരു ക്രമസമാധാന പ്രശ്നം പറയാനുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിലും ING ആൾ നിൽക്കുക, എല്ലാ BJP നേതാക്കന്മാരുടെ വീട്ടിൽ ING ആണ്,
CPM-കാരുടെ കൂടെ അയ്യഞ്ചാണ്. അങ്ങനെ പ്രശ്നം ക്രമസമാധാനം നേടിയാക്കാൻ കഴിയില്ല. ഇപ്പം BJP ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് ചില BJP നേതാക്കന്മാർക്ക് CRPF സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. ഇങ്ങനെ കുറേ CRP-ക്കാരെ സംരക്ഷണത്തിൽ നിർത്തിയാൽ ആളെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം സ്ഥാപിക്കാനുള്ള സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കണം. ആ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾക്ക് യാതൊരുവിധ മുൻവിധിയുമില്ല. സമാധാനത്തിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുറേ പോലീസുകാരെ നിർത്തി പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് രണ്ട് പാർട്ടികളും തമ്മിൽ ആത്മാർത്ഥമായി സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ശ്രമം നടത്തിയപ്പോൾ കുറേ മാറ്റം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് അനുഭവമാക്കിയിട്ടെടുത്ത് ഇടപെടണം. ഞങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ആയുധശേഖരം നടത്തുന്ന ആയുധപരിശീലനം നടത്തുന്ന പാർട്ടി തന്നെ അന്ന് പരാതി കൊടുത്തു. പക്ഷേ അതിനുശേഷം കാര്യമായിട്ട് നടപടികളൊന്നും കണ്ടില്ല. തുടർന്നുകൊണ്ടുതന്നെ പാർട്ടി നേതാക്കന്മാരെ പറയുന്നു. എന്താണ് ഒരു വസ്തുത? അത് ഈ RSSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. RSSന്റെ പ്രവർത്തന കേന്ദ്രം ഒന്ന് ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വരുന്ന വിശ്വാസികളെ ആകർഷിക്കലാണ് RSSന്റെ ഒരു കേന്ദ്രം. അതിനുവേണ്ടി അവർ പല പരിപാടി നടത്തും. ക്ഷേത്ര മുറ്റങ്ങൾ കൈക്കലാക്കി, ക്ഷേത്രങ്ങൾ തന്നെ കൈക്കലാക്കി ആയുധ പരിശീലനം ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കയ്യിലുള്ള സ്ഥലം ആയുധ പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കർശനമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. അത് ക്ഷേത്രമാണ് RSS ആണെന്ന് കരുതി അതിന് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൊടുക്കാൻ പാടില്ല. ആ തരത്തിൽ ഓരോ ക്ഷേത്രത്തിലും ഉള്ള കാര്യം പരിശോധിച്ച് ഇടപെടണം. വിശ്വാസികൾ ഇതിൽ ഇടപെടണം, ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ധാരാളം ഇടപെടൽ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. RSSന്റെ ഒരു പ്രദേശത്തുള്ള ആളായിരിക്കില്ല അവിടെ പ്രവർത്തിക്കുന്ന ആൾ. ഈ പ്രചാരക്കുമാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കും. തിരുവനന്തപുരത്തുള്ള ആളായിരിക്കും കണ്ണൂരിൽ, കണ്ണൂരിലുള്ള ആളായിരിക്കും ഇവിടെ. ഇപ്പോൾ കണ്ണൂരിലൊരു കൊലപാതകം നടന്നപ്പോൾ, ധനരാജ് കൊലപാതകം, അതിൽ പിടികൂടിയത് മറ്റ് ജില്ലക്കാരായിട്ടുള്ള RSSകാരെയാണ് പിടിച്ചത്. CPM-കാർ പറഞ്ഞു കൊടുത്ത പേരല്ല. പോലീസ് അന്വേഷിച്ച് മൊബൈൽ ടവർ കണ്ടെത്തി പരിശോധിച്ച് കണ്ടെത്തിയതാണ് ആ പേര്. അതുവരെ ആർക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ഒരാളവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് RSSന്റെ ഒരു പ്രവർത്തന രീതിയാണ്. ഇപ്പം ജനാധിപത്യപരമായി മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ RSS തയ്യാറായാൽ കേരളത്തിൽ സമാധാനം ഉണ്ടാവും. അതിനവർ തയ്യാറല്ല എന്നാണ് പ്രശ്നം. അത് നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ആ സംഭവം നടന്നതെന്ന് അറിയാമല്ലോ. അവിടെ മാധ്യമപ്രവർത്തകന്മാരെ വിളിച്ചൊരു യോഗമല്ലത്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ളൊരു ഉഭയകക്ഷി ചർച്ചയാണ്. ഉഭയകക്ഷി ചർച്ച നടക്കുന്ന സ്ഥലത്ത് മാധ്യമങ്ങളെ ഇതുവരെ പ്രവേശിപ്പിച്ചിട്ടില്ല. ആ തരത്തിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാൻ അവിടെ ആരും ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ ആ സ്ഥലം നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകന്മാർ അതിനകത്ത് കയറിയിരുന്നിരുന്നു. പുറത്ത് പോകാൻ പെട്ടെന്ന് ആരും സന്നദ്ധമാവില്ലല്ലോ. ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്ന ആൾ കയറിയാൽ അവരൊക്കെ പുറത്തേക്കാക്കാൻ പ്രയാസപ്പെടുന്ന പാട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ LDFന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിങ്ങളെയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരെയും അങ്ങോട്ടേക്ക് പുറത്താക്കാൻ ഉള്ളിലുള്ള ആളുകളല്ലേ ഇടപെടേണ്ടി വരുന്നത്. അപ്പോൾ ഇത് അവിടെ എല്ലാവരും കയറിയിരുന്നപ്പോൾ മുഖ്യമന്ത്രി കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തല്ലോ ആൾ പുറത്ത് വരാൻ. ഇപ്പോൾ പുറത്ത് വരാൻ ആൾ കൂട്ടാക്കുന്നില്ല. ആ സമയത്ത് മുഖ്യമന്ത്രി ഉപയോഗിച്ച ഒരു വാചകം മാത്രമാണ്. അത് നിങ്ങൾക്ക് വേറെ വാചകം ഉപയോഗിക്കണം എന്ന അഭിപ്രായം ഉണ്ടായിരിക്കുക. ഏതായാലും അത് മാറ്റും ദുരുദ്ദേശമൊന്നും അങ്ങനെ ആ പ്രയോഗത്തിനില്ല. ആര് പറഞ്ഞിട്ട്? അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാ കൂടെയുള്ള ആ ഇതിൻ്റെ ആളാണ് പറഞ്ഞത്. മസ്കറ്റ് ഹോട്ടലിലെ ആളാണ് പറഞ്ഞിട്ടാണ് സാർ എന്ന് പറഞ്ഞത്. അല്ല, അത് ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായത്തിൽ എത്താൻ മതിയല്ലോ. CPI എന്ത് അഭിപ്രായം പറയണമെന്ന് CPM പറയാൻ പറ്റുമോ?
അത് അവർക്കുള്ള തോന്നുന്ന അഭിപ്രായം അവർക്ക് പറയാം. വേറെന്ത് വാചക പുറത്തേക്ക് വരുവിൻ വരുവിൻ എന്നാണോ? പല രീതിയിൽ പറയാം. പുറത്തേക്ക് ഒരാൾക്ക് വരുവിൻ 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 എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല നിങ്ങൾ ഓരോന്നിങ്ങനെ വ്യാഖ്യാനിച്ച് എത്തിക്കുന്നതാണത്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഒരു വാക്കല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവിടെ ആ സ്ഥിതിയിലുള്ള സമാധാനത്തിന് വേണ്ടി നടത്തിയ ശ്രമമാണല്ലോ. ആ ശ്രമത്തിനാണല്ലോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് വേറെ അത് പോക്കി ഈ ഒരു വാക്കാണ് പ്രശ്നം എന്നതാണോ ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിങ്ങൾ എടുക്കുന്നത്? ഏത് അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് വരുമല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടില്ല. അതിൽ നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള സ്ഥലത്ത് ഒരു യോഗം നടത്തുന്ന ആളുകളോടെങ്കിലും ഒരു അനുവാദം വാങ്ങണ്ടേ? ഒരു അനുവാദവും വാങ്ങാതെ നിങ്ങളുടെ ഒരു സ്ഥലത്ത് കുറേ ആളുകൾ കയറിയിരിക്കുന്നത്, അതല്ലേ അവിടെ പ്രശ്നം ഉണ്ടായത്? നിങ്ങൾ സ്വയം ആലോചിക്കണം അത്തരം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, CPI എന്ത് പറയണം എന്ന് CPM എങ്ങനെയാണ് നിർദ്ദേശിക്കാൻ പറ്റുക? അത് CPIയുടെ അഭിപ്രായമാണ്. അത് വലിയ കുഴപ്പമില്ല. ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നതിന് രണ്ട് അഭിപ്രായം ഉള്ളത് കൊണ്ടാണ്. രണ്ടാളും ഒരേ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ഈ രണ്ട് പാർട്ടി ഒന്നാവും. ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല. ശരി. കോടിയേരി ബാലകൃഷ്ണൻ. ഇനി സമ്മേളന കാലമാണ്. CPIഎമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ 15 മുതൽ തുടങ്ങും. സംസ്ഥാന സമ്മേളനത്തിൻ്റെ നഗരി തൃശ്ശൂരാകും എന്നും കോടിയേരി ബാലകൃഷ്ണൻ ഒട്ടേറെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പറഞ്ഞു.